പ്രഭാസിന്റെ ആദ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മോഹൻലാലിന്റെ പ്രതിനായക വേഷം. ശങ്കർ നായകനായ ചിത്രത്തിൽ സംശയരോഗിയും സാഡിസ്റ്റുമായ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഹിറ്റ് ചിത്രമായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മലയാള സിനിമയിലെ തന്നെ കൾട്ട് ക്ലാസിക്കാണ് ചിത്രം. അതിനുശേഷം നിരവധി വില്ലൻ കഥാപാത്രങ്ങളാണ് മോഹൻലാലിനെ തേടിയെത്തിയത്. 1981 ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത സഞ്ചാരിയായിരുന്നു മോഹൻലാലിന്റെ അടുത്ത ചിത്രം. PK സാരംഗമാണിയാണ് ഇതിൽ രചന നിർവഹിച്ചത്. പ്രേം നസീർ, ജയൻ, KP ഉമ്മർ, മോഹൻലാൽ, അടൂർ ബാസി എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി. KJ യേശുദാസ് സംഗീതം നൽകിയ റസൂലേ നിൻ കനിവാളെ എന്ന ഗാനത്തിലൂടെയാണ് ഈ ചിത്രം ഏറ്റവും പ്രശസ്തമാകുന്നത്. 1981 S തങ്കപ്പന്റെ വേനലിൽ വിടർന്ന പൂക്കൾ എന്ന കഥയെ അടിസ്ഥാനമാക്കി ബാലു കിരീട് രചനയും സംവിധാനവും നിർവഹിച്ച തകില് കൊട്ടാമ്പുറം. 1981 ഫാസിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച ഒരു മലയാള ചിത്രമാണ് ധന്യ. ശ്രീവിദ്യ, മോഹൻലാൽ, ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു എന്നിവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചു. കുട്ടിക്കാലത്ത് ഒരു ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുഞ്ചാക്കോ ബോബന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. ജോൺ പോൾ തിരക്കഥ എഴുതി നെടുമുടി വേണു, പ്രേം നസീർ, സുമലത, മോഹൻലാൽ, റാണി പത്മിനി എന്നിവർ അഭിനയിച്ച് 1981 പുറത്തിറങ്ങിയ ചിത്രമാണ് തേനും വയമ്പും. അശോക് കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രവീന്ദ്ര മാസ്റ്റർ സംഗീതം നൽകി. 1981 പുറത്തിറങ്ങിയ ധ്രുവസംഗമം എന്ന ചിത്രത്തിൽ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. 1982 മലയാളത്തിലെ ആദ്യ 70mm ചിത്രമായ ജിജോ പുന്നീസ് സംവിധാനം ചെയ്ത പടയോട്ടം എത്തുന്നു. നിർമ്മാണം നവോദയ അപ്പച്ചൻ. നായകനായ വേഷത്തിൽ മോഹൻലാൽ ആദ്യമായി എത്തുന്ന ചിത്രം. പ്രേം നസീർ, മധു, ശങ്കർ, ലക്ഷ്മി, ജലജ എന്നിവരായിരുന്നു മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ മറ്റൊരാളുടെ വരവോടെ സംഭവം മലയാള സിനിമ പിന്നീട് അടയാളപ്പെടുത്തിയ ചരിത്ര നിമിഷമായി മാറുന്നു. അതെ, മോഹൻലാലിന്റെ അച്ഛൻ കഥാപാത്രമായി മമ്മൂട്ടി. ആ കാലത്ത് ശരാശരി ചെലവ് 15 ലക്ഷമായിരുന്നു ഒരു മലയാള സിനിമയുടെ നിർമ്മാണ ചെലവ്. 1 കോടി രൂപ നിർമ്മാണ ചെലവുണ്ടായിരുന്ന അതുവരെ നിർമ്മിച്ച ഏറ്റവും ചിലവേറിയ മലയാള ചിത്രമായി പടയോട്ടം മാറി. പടയോട്ടം നിർമ്മിക്കുമ്പോൾ 3 ഇന്ത്യൻ സിനിമകൾ മാത്രമേ 70mm ആയി ഉണ്ടായിരുന്നുള്ളൂ. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ആ ചിത്രം. അക്കാലത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറി പടയോട്ടം. ഉയർന്ന നിർമ്മാണ ചെലവ് കാരണം ചിത്രം ലാഭകരമായ ഒരു സംരംഭമായിരുന്നില്ല. മമ്മൂട്ടി, മോഹൻലാൽ ഒന്നിച്ച ആദ്യ ചിത്രം എന്ന ചരിത്രം പടയോട്ടത്തിന്റെ കയ്യിൽ തന്നെ.